എന്താണ് അഹങ്കാരം എന്ന് വെച്ചാൽ, ഒന്നും നമുക്ക് ഇല്ല എങ്കിലും നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ ആളാവാൻ വേണ്ടി കാട്ടിക്കൂട്ടുന്നതായ ഒരു സംഭവമാണ് അഹങ്കാരം എന്നത്. അഥവാ ഒരു മനുഷ്യൻ മനുഷ്യനായി തീരണമെങ്കിൽ അവൻ്റെ മനസ്സിൽ നിന്ന് പരിപൂർണമായിക്കൊണ്ട് ഈ അഹങ്കാരം, ഈ ഒരു പ്രക്രിയ ഇല്ലാതാക്കി തീരണം. വലിയതായ അഹങ്കാരം നടിച്ചുകൊണ്ട് ഞാനാണ് ഏറ്റവും വലിയവനെന്നുള്ളതായ ബോധം മനസ്സിൽ വന്നുകൊണ്ട് ജനങ്ങളെയൊക്കെ പുച്ഛിച്ച് തള്ളുന്നതായ ഒരു സ്വഭാവമാണത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, ലാ യദ്ഖുലുൽ ജന്നത, സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയില്ല. എല്ലാ നല്ല കാര്യവും സ്വർഗം കിട്ടണമെന്നുള്ളതായ ഒറ്റ ബോധത്തോടു കൂടിയാണ്. എന്നാൽ എന്ത് അമല് ചെയ്തിട്ടും കാര്യമില്ല, നമ്മൾ ചെയ്യുന്നത് മറ്റൊരാളെ കാണാൻ, അല്ലെങ്കിൽ ഞാൻ വലിയവനാണെന്നുള്ളതായ ബോധം മനസ്സിൽ കൊണ്ടുവന്നാൽ പിന്നെ അവൻ്റെ ഒരു പ്രവർത്തനവും പരിപൂർണമായി കൊണ്ട് സ്വീകരിക്കപ്പെടണമെന്നില്ല. അതാണ് തങ്ങൾ പറയുന്നത്, മൻ കാന ഫീ ഖൽബിഹി മിസ്ഖാല ദർറത്തിൻ മിൻ കിബ്രിൻ, കിബിരിനാലുള്ളതായ അഥവാ അഹങ്കാരത്തിനാലുള്ളതായ ഒരു അണുമണിത്തൂക്കം, ചെറിയതായ ഒരു പൊട്ട് അഹങ്കാരം ഒരു മനുഷ്യൻ്റെ മനസ്സിലുണ്ടെങ്കിൽ തന്നെ അവന് സ്വർഗത്തിൽ പ്രവേശിക്കുക പോലുമില്ല എന്നാണ് റസൂൽ കരീം തങ്ങൾ പറയുന്നത്. നമ്മളൊരു യഥാർത്ഥ മനുഷ്യനാവാൻ ഏറ്റവും വലിയ ക്വാളിറ്റി അഹങ്കാരമില്ലാതെ ജനങ്ങളോട് നല്ല ഇടപഴകിക്കൊണ്ട് റാഹത്തായിക്കൊണ്ട് ജീവിക്കുക എന്നതാണ്.